എന്താ പറയണ്ട. കാരണം ഫസ്റ്റ് പാർട്ട് എന്താണ് എനിക്ക് കിട്ടിയ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് അതിന്റെ ഇരട്ടിക്ക് ഇരട്ടിയായിരുന്നു സെക്കൻഡ് പാർട്ട്. പറഞ്ഞു വരുന്നത് ഡ്യൂൺ പാർട്ട് 2 കുറിച്ചാണ്. പടം റിലീസായി ഒരു 4-5 ദിവസമായി. ഇന്നലെയാണ് ഞാൻ പടം കണ്ടത്. കാരണം എന്തായാലും ഈ സിനിമ കാണാൻ പോകുമ്പോൾ നല്ല രീതിയിലുള്ള ആ ഒരു എക്സ്പീരിയൻസ് കിട്ടണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതെനിക്ക് കിട്ടി. കൊടുത്ത കാശിന് കിട്ടണം മുതൽ തന്നെ കിട്ടിയെന്ന് പറയാം. നിങ്ങളിപ്പോൾ ഒരു സിനിമയെ കുറിച്ച് അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ സിനിമയെ കുറിച്ച് ഒരുപാട് റെഫറൻസുകളൊക്കെ നോക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. കാരണം ഈ സിനിമയൊക്കെ മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള പടങ്ങൾ വൺസ് ഇൻ എ ലൈഫ് ടൈമേ കിട്ടുള്ളൂ. കാരണം അതിനുള്ളതുണ്ട് പടത്തിൽ. എല്ലാ സെക്ഷനും എടുത്താലും ശരി, VFX, എഡിറ്റിംഗ്, പെർഫോമൻസ്, സ്ക്രീൻ പ്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ മ്യൂസിക് പറയേണ്ട ആവശ്യമില്ല. ഹാൻസ് സിമ്മർ ആണ് ആളതിൽ എടുത്തിട്ടുള്ള എഫേർട്ടുകളും ഓരോ സീക്വൻസ് ഒക്കെ കാണുമ്പോൾ ശരിക്കും ഒരു എന്താ പറയുക, ഗൂസ് ബം മൊമെന്റ്സ് ആയിരുന്നു ചില സീക്വൻസ് ഒക്കെ കാണുമ്പോൾ. അതായത് ആ ഒരു ഡെസേർട്ടിലൂടെയുള്ള ഒരു ജേർണി, അല്ലെങ്കിൽ സ്പൈസ് ഹാർവസ്റ്റ് ഫ്രെമൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് പാർട്ടിൽ എന്താണോ ആ ഒരു വേൾഡ് ബിൽഡ് ചെയ്തിരുന്നത്, അതിന്റെ വലിയ രീതിയിലുള്ള ഒരു എക്സ്പാൻഷൻ ആണ് സെക്കൻഡ് പാർട്ടിലേക്ക് നമുക്ക് കാണാൻ പറ്റുക. ആ ഫ്രെമൻ എന്ന് പറയുന്ന ആൾക്കാരുടെ അടിച്ചമർത്തലുകളും അതിനു വേണ്ടിയിട്ട് അവരെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് വരുന്ന പോൾ അട്രൈഡീസിന്റെ ആ ഒരു ക്യാരക്ടർ, മീൻസ് പോൾ അട്രൈഡീസ് എന്നുള്ള ടിമത്തി ചലാമറ്റിന്റെ ആ ഒരു ക്യാരക്ടറൊക്കെ ശരിക്കും ഒരു ക്യാരക്ടർ ബിൽഡിംഗ് എന്താണെന്നുള്ളത് ശരിക്കും ഈ പടങ്ങളൊക്കെ വേണം നമ്മൾ കണ്ടു പഠിക്കാൻ. ഓരോ ക്യാരക്ടേഴ്സിനും അതിൻ്റെതനുസരിച്ചുള്ള ഓരോരോ ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പേർപ്പസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ എത്ര കാലഘട്ടങ്ങൾ നമ്മൾ കഴിഞ്ഞാലും വിശ്വാസം അല്ലെങ്കിൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണെന്ന് കാണിക്കുന്ന ഒരു സിനിമ കൂടിയാണിത്. ഒരുപാട് കാര്യങ്ങളുടെ റെഫറൻസുകളും, അല്ലെങ്കിൽ സിനിമ നമ്മൾ കാണുമ്പോൾ പൊളിറ്റിക്സ്, ഇവരുടെ അവരിടയിലുള്ള ഒരു പൊളിറ്റിക്സ് എന്താണ് ഇവിടെ വേണ്ട രീതിയിലുള്ള സ്ട്രാറ്റജി പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ള ഭയങ്കര ശരിക്കും ക്രൂക്കഡ് മൈൻഡുള്ള ഒരുപാട് ആൾക്കാർ, ഇപ്പൊ നമ്മൾ പൊളിറ്റിക്സ് അല്ലെങ്കിൽ മറ്റുള്ള മേഖലകളിൽ എന്താണോ നമ്മൾ കേൾക്കാറുള്ളത് അത് തന്നെ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. അത്രത്തോളം അവർ അഡ്വാൻസ്ഡ് ആയി എന്ന് പറഞ്ഞാൽ ശരി, അവിടെയൊക്കെ ഇതിന്റെ ആ ഒരു ആൾക്കാരുടെ പ്രസൻസ് ഉണ്ടെന്നാണ് ഈ സിനിമ കാണിക്കുന്നത്. ഒരുപാട് റിലീജിയൻ ഫെയ്ത്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ മിത്തോളജി വെച്ചിട്ട്, ഇപ്പൊ മിസിഹ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അതുപോലെ ഇപ്പൊ ഖുറാനിലത്തെ കുറെ കാര്യങ്ങളൊക്കെ അവർ മെർജ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമയുടെ ഒരു സ്റ്റോറി. ഇപ്പൊ ഫ്രാങ്ക് ഹെർബർട്ടിന്റെ ഡ്യൂൺ എന്ന് പറയുന്ന നോവലെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ സിനിമ നമുക്കറിയാം. അല്ലെങ്കിൽ ആ ഒരു ബിലീഫ്സ് ഒക്കെ ഒരുപാട് മെർജ് ചെയ്തുകൊണ്ടാണ് സിനിമയുടെ ഒരു കൺസെപ്റ്റ് അവർ മുന്നോട്ട് കൊണ്ടുവന്നത്. ഹാൻസ് സിമർ എന്ന് പറയുന്ന ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിട്ടുള്ള മനുഷ്യനെ നമുക്ക് മെൻഷൻ ചെയ്യാണ്ട് ഈ റിവ്യൂ കംപ്ലീറ്റ് ആവില്ല. അതായത് ഇപ്പോൾ ഡ്യൂൺ ഫസ്റ്റ് പാർട്ടിന്റെ കുറെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സിനെ കുറിച്ചിട്ട് ഞാൻ തപ്പിയപ്പോൾ കണ്ടതാണ്. ആ ഒരു ഡെസേർട്ടിൽ ആംബിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഉറ്റ ഡെസേർട്ടിൽ ശരിക്കും ഒരാഴ്ചയോളം ആളൊറ്റയ്ക്ക് താമസിച്ചു. അവിടുത്തെ ഓരോരോ മുക്കിലും മൂലയിലും ഒരു പാറയുടെ ഉള്ളിൽ കൂടെ ഒക്കെ ഒരു വിൻഡ് ഇങ്ങനെ പോകുന്നതിന്റെ ഒരു സൗണ്ടും, അല്ലെങ്കിൽ ആ സൗണ്ട് എഫക്ട് അത്രത്തോളം കിട്ടാൻ വേണ്ടിയിട്ട് ആളൊരു എഫേർട്ട് അവിടെ ചെയ്തു എന്നാണ് പറയുന്നത്. ആൻഡ് ഈ സിനിമയിൽ ഇപ്പോൾ ഡ്യൂൺ ഫസ്റ്റ് പാർട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ സീൻ ഉണ്ട്, കണ്ടവർക്കറിയാം. പോൾ അട്രൈഡീസിന്റെ ഫാമിലി അറാക്കിസിലേക്ക് വന്നിറങ്ങുന്ന സമയത്ത് ഒരു ബാക്ക് വെച്ചിട്ടുള്ള ഒരു ബീപ്പേഴ്സിനെ ഇങ്ങനെ പോകുന്നത് കാണാം. ഒരു ബാക്ക് ബീപ്പർ മ്യൂസിക് ഇങ്ങനെയായിട്ട് ഇങ്ങനെ പോകുന്നത് കാണാം നമുക്ക്, അല്ലെ? ആ ഒരു മ്യൂസിക് ശരിക്കും ഇതിന്റെ ഡയറക്ടർ ഈ സിനിമയെ കുറിച്ചുള്ള ഡിസ്കഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് ആളിങ്ങനെ കിടക്കുമ്പോൾ പെട്ടെന്ന് ആൾക്ക് ഇന്ത്യയിലേക്ക് മൗണ്ട് ബാറ്റൻ പ്രഭു അന്നത്തെ കാലത്ത് വന്നപ്പോൾ ഇതുപോലെ ഒരു മ്യൂസിക് യൂസ് ചെയ്തു എന്ന് കേട്ടിരുന്നു. ആൻഡ് പെട്ടെന്ന് തന്നെ ഇതിന്റെ മ്യൂസിക് ചെയ്യുന്ന ഹാൻസ് സിമറിനെ വിളിച്ചുകൊണ്ട് ആ ഒരു മ്യൂസിക് നമുക്ക് അവിടെ സെറ്റ് ചെയ്യണം, ഇവരുടെ അറൈവൽ ശരിക്കും ഒരു മെജസ്റ്റിക് അറൈവൽ ആയിരിക്കണം എന്നുള്ള രീതിയിൽ ഒരു സംഭവം സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ സെറ്റ് ചെയ്തൊരു സീനാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുക. കാരണം ഈ ഒരു ക്യാരക്ടേഴ്സ് ആ ഒരു ഷിപ്പിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആ ഒരു ബാക്ക് ബീപ്പർ മ്യൂസിക്, അല്ലെങ്കിൽ ആ ഒരു ബാക്ക് ബീപ്പർ മ്യൂസിക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയുള്ള ഒരു സൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആംബിയൻസ് അവിടെ ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ കൊണ്ടുവരാൻ അവർക്ക് പറ്റി. ആൻഡ് ഇതിന്റെ മറ്റുള്ള ഫൈറ്റിംഗ് സെക്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ ഈ ചെങ്കിസ് ഖാന്റെ ആർമി, അല്ലെങ്കിൽ മംഗോളിയൻസ് എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുന്ന രീതി ഹിസ്റ്ററിയിൽ അവർ പറഞ്ഞിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സിനിമയെ കുറിച്ചുള്ള റെഫറൻസ് നടക്കുന്ന സമയത്ത് ഇതിന്റെ ഡയറക്ടർക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടുകയും അതുപോലെ തന്നെയുള്ള എന്താണോ കേട്ടറിഞ്ഞത് അതുപോലെയുള്ള ഒരു ബാർബേറിയൻ സ്റ്റൈലാണ് അവർ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് എത്രത്തോളം തന്നെ സെറ്റ് ആവുകയും ചെയ്തു. എല്ലാ സെക്ഷനും ഒന്നും പറയാനില്ല. കാരണം ചില സീക്വൻസ് ഒക്കെ ശരിക്കും പറഞ്ഞ ഒരു റൊമാൻറ്റിഫിക്കേഷൻ ലെവൽ തന്നെയായിരുന്നു. അതിന്റെ ആ ഒരു ക്യാരക്ടറിന്റെ വോയിസ് മോഡുലേഷൻ ആയാലും തിമത്തി ചലാമറ്റ് തന്നെയാണ് ഈ സിനിമയുടെ ശരിക്കും ഷോ സ്റ്റീലർ എന്ന് തന്നെ പറയാം. ആ ഒരു ക്യാരക്ടറിന്റെ വോയിസ് മോഡുലേഷൻ, അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ഫ്രെമന്റെ ആ ഒരു ഫെയ്ത്തിലുള്ള ആ ഒരു ക്യാരക്ടറിലേക്കുള്ള ഒരു ജേണിയാണ് കാണിച്ചു നിർത്തിയിട്ടുള്ളത്. ഇനി തേർഡ് പാർട്ട് നമുക്ക് കാത്തിരിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നല്ലൊരു തിയേറ്റർ തന്നെ കാണാട്ടെ. ഞാൻ പല സിനിമകളുടെ കേസിൽ ഇങ്ങനെ പറയാറുണ്ട്, പക്ഷെ ഇത് നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ വൺസ് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആവും നിങ്ങൾ മിസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ 4DX, IMAX പോലുള്ള സിനിമകൾ നമ്മുടെ തിയേറ്റേഴ്സ് നമ്മുടെ അവിടെ കേരളത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ കൊച്ചി, ട്രിവാൻഡ്രത്തൊക്കെ ഉണ്ട്. അപ്പൊ IMAXിൽ കാണാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും കാണാൻ നോക്കുക. എനിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു, അതുകൊണ്ട് പോയില്ല. അല്ലെങ്കിൽ തീർച്ചയായിട്ടും IMAXിലൊക്കെ കാണേണ്ട ഒരു സിനിമയാണെന്ന് ഉറപ്പിച്ച പടമായിരുന്നു ഡ്യൂൺ പാർട്ട് 2.
ഇത് മാത്രമല്ല ഇതിലുള്ള എല്ലാവരുടെയും ഇപ്പൊ റെബേക്ക ചെയ്തിട്ടുള്ള ഈ പോളിന്റെ അമ്മയുടെ ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടറിനൊക്കെ ഇത്രത്തോളം ഒരു എവിടെയാണ് ഇപ്പൊ കൊണ്ട് നിർത്തിയേക്കണേന്ന് കണ്ടാൽ മനസ്സിലാവും. ഓരോരോ വോയിസ് മോഡുലേഷൻ ആയാലും അല്ലെങ്കിൽ അവരുടെ ഒരു നോട്ടത്തിലും അവരുടെ ഓരോ മൈൻഡിലൂടെ പോകുന്ന കാര്യങ്ങളിലായാലും ശരി ഈ ഒരു ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് കാണാനിരിക്കുന്ന പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം പലയിടത്തും ഇപ്പൊ പടത്തിന്റെ ആദ്യത്തെ ഒരു അരമണിക്കൂർ കുറച്ച് ലാഗ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ആ വേൾഡിലേക്ക് ശരിക്കും അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇപ്പൊ ട്രെയിലറിൽ കാണിച്ച പോലെ ആ സാൻഡ് വേമിന്റെ പുറത്ത് ഇങ്ങനെ പോവില്ല, അല്ലെങ്കിൽ ഡ്യൂൺ ഫസ്റ്റ് പാർട്ടിന്റെ ലാസ്റ്റ് കാണിച്ചില്ലേ, അതുപോലൊരു ജേണിയാണ് ഇവരുടെ ഇടയിൽ കൂടെ. ഇപ്പൊ ഹെറാക്കിൻസിന്റെ ഒരു ക്യാരക്ടറിന്റെ അവരുടെ ഒരു ഫൈറ്റ് അറീനയുടെ ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു, പൊളിയായിട്ടുണ്ട് ആ സംഭവമൊക്കെ. എങ്ങനെ ഇതിന് ഇത്രത്തോളം എഫേർട്ട് അവർ ഇടുന്നു, അതിന് ഡബിൾ എഫേർട്ട് അവർക്ക് ഓഡിയൻസിന്റെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകന് ശരിക്കും അതിന്റെ ഒരു ഫീല് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഈ സിനിമയുടെ മെയിൻ ആയിട്ടുള്ളത്. കഴിഞ്ഞ കൊല്ലം അല്ലെങ്കിൽ ഇതിനു മുമ്പത്തെ ഓസ്കാറിലെ 6 അവാർഡുകളാണ് ഡ്യൂൺ 1 അടിച്ചു മാറ്റിയത്. ആൻഡ് ഇത് എത്രത്തോളം അടിച്ചു മാറ്റും എന്നുള്ളത് നമുക്ക് കണ്ടന്നെ അറിയാം. ആൻഡ് എന്തായാലും കൊലത്തൂക്ക് തന്നെയായിരിക്കും അടുത്ത ഓസ്കാറിൽ ഈ പടത്തിന് കിട്ടാൻ പോകുന്നത്, അതിന് യാതൊരു സംശയവുമില്ല. എൻ്റെ ഡിപ്പാർട്ട്മെന്റ്സ് എടുത്തെടുത്ത് ഞാൻ വീണ്ടും പറയണം, അതിനുള്ളത് ഉണ്ട് പടത്തില്. ആ ട്രെയിലർ നമ്മൾ എന്താണോ കണ്ടത് അത് വെറും ട്രെയിലർ എന്ന് പറയുന്ന ഒരു സംഭവം മാത്രമാണ്. സിനിമയിലേക്ക് കയറി കഴിഞ്ഞാൽ അതിന്റെ ഡബിൾ ഇരട്ടി ഉണ്ട്. സോ നേരെ വിട്ടോ തിയേറ്ററിലേക്ക് കാണാനാണ് നിങ്ങളുടെ മൈൻഡിൽ ഒരു ഡബിൾ മൈൻഡ് ആയിട്ടാണ് ഇപ്പൊ നിങ്ങൾ നിൽക്കണമെങ്കിലും ഒറ്റ കാര്യം പറയുള്ളൂ, തിയേറ്ററിലേക്ക് പോയി കാണുക, കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക ആ ഒരു വേൾഡും അവിടെയുള്ള ആൾക്കാരുടെ മൊത്തത്തിലുള്ള പൊളിറ്റിക്സും അല്ലെങ്കിൽ ആ ഒരു വിഷ്വൽ സ്പെക്ടാക്കിൾ തന്നെ. അപ്പൊ എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് ഡ്യൂൺ പാർട്ട് 2 കുറിച്ചുള്ള അഭിപ്രായം? കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. വൺസ് അഗൈൻ ഐ എം ടെല്ലിങ് യു, ഇറ്റ് ഈസ് എ മാസ്റ്റർ പീസ്, വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ്.